ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് 2 ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ ബംഗാൾ സർക്കാർ. ബലാത്സംഗത്തിന് കൊലക്കയർ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിയമസഭ സമ്മേളിക്കുമെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന BJP ആരോപണം മമതാ ബാനർജി തള്ളി. പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അഭിഭാഷകൻ വിനീത് ജിൻഡാൽ ഡൽഹി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഓർത്തുകൊള്ളൂ, ബംഗാൾ കത്തിയാൽ അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഡൽഹി എന്നിവയും കത്തും എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയുടെ പൊതുസമ്മേളനത്തിലാണ് പരാമർശം നടത്തിയതെന്നാണ് ആരോപണം. താൻ ഒരു വാക്കുപോലും ഡോക്ടർമാർക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും ഒരിക്കലും ഭീഷണിപ്പെടുത്തി സംസാരിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു. ഇതിന്റെ പേരിൽ തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കള്ളപ്രചാരണങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബംഗാളിൽ പ്രതിഷേധം കനക്കുമ്പോഴായിരുന്നു മമതയ്ക്കെതിരെ ആരോപണവുമായി BJP രംഗത്തെത്തിയത്. തനിക്കെതിരെ നടക്കുന്നത് വിദ്വേഷ പ്രചാരണമാണെന്ന് മമത എക്സിൽ കുറിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുകയാണ്. മമതാ ബാനർജിയുടെ വസതി തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് 5 പേരെ കൊൽക്കത്ത പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ഇവരുടെ ആഹ്വാനം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെയുള്ളവരെയാണ് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് നീതി വേണം എന്ന തലക്കെട്ടിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഗൂഢാലോചന നടന്നത്.